ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ആണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു UV/UF പ്യൂരിഫിക്കേഷൻ മെത്തേഡ് വരുന്ന ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ. ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇത്ര കാലം മുമ്പ് വരെ നമ്മൾ അക്വാഗാർഡിനാണ് ഉപയോഗിക്കാറ്. ഇപ്പോൾ പക്ഷേ അക്വാഗാർഡ് തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ കൂതറ എന്നൊക്കെ പറയില്ലേ, അമ്മാരി കൂതറയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് ഒരു ടോട്ടൽ ഒരു 10 കൊല്ലമായിട്ട് അക്വാഗാർഡ് ഉപയോഗിക്കുന്ന, ഏറ്റവും ആദ്യത്തെ കൊല്ലം ഒരു ഇറങ്ങിയ സമയത്ത് തൊട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ രണ്ട് കൊല്ലം മുമ്പ് തന്നെ അതിൻ്റെ ഒരു കോപ്പർ എഡിഷൻ അതിൻ്റെ സംഭവത്തിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ സംഭവങ്ങളൊക്കെ ട്വിറ്ററിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാർ സർവീസിന് വന്നിട്ട് ഒന്നാമത് ഒടുക്കത്തെ ചാർജ് അവന്മാരുടെ സർവീസിന്. അത് മാത്രമല്ല, വന്നിട്ട് കംപ്ലൈൻ്റ് ആക്കി പോയി. പിന്നെ ഒരു വിളിച്ചാലും വരില്ല, ഒന്നും വരില്ല. അത്രയും കൂതറ സർവീസ്. ഞാൻ ആക്ച്വലി കൺസ്യൂമർ കോർട്ടിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ സാധനം എന്താ പറയുക, ഇതിൻ്റെ പ്രൂഫും അതുപോലെ തന്നെ ജോബ് ഷീറ്റും സംഭവമൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പോകേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇനി അക്വാഗാർഡ് സാധനം എടുക്കരുത്. അത്രയും തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ കൂതറ സർവീസ്. എല്ലാ കടയിലും നിങ്ങൾക്ക് അക്വാഗാർഡ് കിട്ടുന്ന വെച്ചാൽ അത്രയധികം കമ്മീഷൻ അവർക്ക് ഷോപ്പിലൊക്കെ കൊടുക്കുന്നത്. ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ അത്രയധികം കാണാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി ആമസോണിൽ തന്നെ അത് വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അക്വാഗാർഡ് അല്ല, പ്യൂരറ്റാണ്. പ്യൂരറ്റ് കമ്പനിയുടെ എന്താ പറയുന്നതിന് പേര് ക്ലാസിക് UV+G2 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ബേസിക് എഡിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ 200-ന്റെ താഴെ നമുക്ക് TDS വരുന്നുള്ളൂ വാട്ടറിന്. TDS അനുസരിച്ചിട്ടാണ് നമ്മൾ വാട്ടർ പ്യൂരിഫയർ വെക്കേണ്ടത്. ഒരു 300-ന്റെ അബോ 400-ന്റെ അബോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ROയിലേക്ക് പോയാൽ മതി. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണത്. അത് കുറേ വാട്ടർ വേസ്റ്റേജും അതുപോലെ തന്നെ നമ്മുടെ മിനറൽസും സംഭവമൊക്കെ അതിൽ കുറയ്ക്കും വാട്ടറിൽ. അപ്പോൾ അത്ര നല്ലതൊന്നല്ല RO. പിന്നെ വേറെ രക്ഷയില്ലെങ്കിൽ മാത്രം ROയിലേക്ക് പോയാൽ മതി. കടയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ RO വെക്കാനൊക്കെ പറയട്ടെ, അതിന് മിനറലൊന്നും പോരുത്, വില കൂടുതലായിരിക്കും ഒന്നാമത്. അപ്പോൾ ഇത് ബേസിക് എഡിഷനാണ്. ക്ലാസിക് UVയും വരുന്നതാണ്. UV എന്ന് അൾട്രാ വയലറ്റ് റേസ് വെച്ചിട്ടും അതുപോലെ തന്നെ UF എന്ന് പറഞ്ഞ മെമ്പറൈൻ ഉപയോഗിച്ചിട്ട് പ്യൂരിഫൈ ചെയ്യുന്നതാണ്. യൂണിലിവറുകാരെയാണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവറുടെയാണ് പ്യൂരറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടോ. ഇത് ആക്ച്വലി ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ചില സ്ഥലത്ത് മാത്രം അതിൻ്റെ ഡെലിവറി ഉള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു 7,000-8,000 ആ പ്രൈസൊക്കെ മാക്സിമം വരുള്ളൂ ഇതിന്. ഇതിൻ്റെ 2-3 മോഡലുണ്ട്. 10,000-ന്റെ 11,000-ന്റെ അങ്ങനെ ഡിഫറെൻറ്റ് മോഡലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ മോഡലാണ്. നമുക്ക് ഇതിൻ്റെ UV ലാമ്പിന് 5 ഇയർ വാറണ്ടി അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ടോട്ടൽ വാറണ്ടി 1 ഇയർ മാത്രമേ ഉള്ളൂ. മോസ്റ്റ്ലി ഇന്ന് തന്നെ നമുക്കിതിന് ഇൻസ്റ്റാളേഷൻ വരും. ഇന്നലെയാണ് നമുക്ക് ഡെലിവറി ആയത്. ഇന്ന് തന്നെ 2 ദിവസത്തിനുള്ളിൽ ഇൻസ്റ്റാളേഷൻ വരുന്ന വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഇപ്പോൾ തന്നെ ഇവരുടെ മെസ്സേജും അസൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ മാക്സിമം വരാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മുടെ വാട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ജേംസ് ആൻഡ് ബാക്ടീരിയ ഒക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കിണർ വെള്ളം എന്നിട്ട് പോലും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ എല്ലാം പൊല്യൂട്ടറാണല്ലോ. അപ്പോൾ പിന്നെ രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുറച്ച് കാലമായിട്ട് കേടായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല അക്വാഗാർഡിൻ്റെ കാര്യം. ആ ഏരിയയിലേക്കൊന്നും പോരുതിട്ടാ. അപ്പോൾ ഇത് വന്നേക്കുന്നത് ഇത് നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങളുടെ പിൻകോഡിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് AO സ്മിത്തിൻ്റെ ഇതേപോലെ തന്നെ UEF മോഡൽ നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണ്. അതും കിടിലൻ സാധനം തന്നെയുണ്ട്. AO സ്മിത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ എനിക്ക് അതിനായിട്ടും പ്രൈസ് കുറഞ്ഞ് കിട്ടിയപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് ബോക്സിനൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. സാധനം ഭയങ്കര ചെറുതാണ് കേട്ടോ. ഇതാണ് സാധനം, കണ്ടോ, ഇത്രേ ഉള്ളൂ. ഇൻസ്റ്റാളേഷൻ മോസ്റ്റ്ലി ഇന്നായിട്ട് വരാൻ ചാൻസ്. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടോ, ഇത്രയും ചെറുതാണ് സാധനം. എനിക്ക് ആക്ച്വലി ROന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് UV/UF മാത്രമേ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ചെറിയ സാധനം എന്താ വെച്ചാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സ്ഥലം കുറച്ച് ചെറിയ ഒരു സ്ഥലം. അതിൻ്റെ പ്ലഗ് പോയിന്റും അതുപോലെ തന്നെ വാട്ടർ ടാപ്പൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി അക്വാഗാർഡ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ടൈപ്പായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ എനിക്ക് ഈ പൈപ്പ് മുകളിൽ വരുന്ന ടൈപ്പ് വേണം, താഴെ വരുന്ന ടൈപ്പായി കഴിഞ്ഞാൽ രക്ഷയില്ല. അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ആക്ച്വലി പ്യൂരിറ്റിലേക്ക് വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ AO സ്മിത്തിലേക്ക് പോയേനെ. അപ്പോൾ ഇതാണ് ആ മോഡൽ, കണ്ടോ. നിങ്ങൾക്ക് ഇവിടെ ബ്രാൻഡ് നെയിം സംഭവങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ട്. ഒരെണ്ണം പവർ ഓണിൻ്റെയും ഒരെണ്ണം നമ്മുടെ എന്താ പറയുക വാട്ടർ ഓൺ ആക്കാനുള്ളതൊക്കെ. ഇത് നമുക്ക് 26 വാട്ടിൻ്റെ ഒരു പവർ യൂസേജാണ് ഈ സാധനത്തിന് വരിക കേട്ടോ. ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. 1 ഇയറിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഇത് ലോ കോസ്റ്റ് ബഡ്ജറ്റിൽ വരുന്നതാണ്. ഇതിൻ്റെ സർവീസ് ചാർജും അതുപോലെ തന്നെ നമുക്ക് എല്ലാ കൊല്ലമാണ് നോർമലി കാറ്റജും കാര്യങ്ങളൊക്കെ റീഫിൽ എന്താ പറയുക ചേഞ്ച് ചെയ്യേണ്ടത്. 6,000 ലിറ്ററാണ് ശരിക്കും പറയുന്നത്. അത് നോർമലി 1 ഇയറൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും യൂസേജ് വേണം. ഹോം യൂസിന് എനിക്ക് തോന്നുന്നില്ല അത്ര വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അക്വാഗാർഡിനൊക്കെ പണ്ടാറ് റേറ്റ് വരും. അതും പോരാണ്ട് സർവീസ് ചാർജ് എക്സ്ട്രാ 1,000 രൂപ 500 രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലൊക്കെ ചുമൊന്നും ചെയ്യാണ്ട് തന്നെ വാങ്ങിക്കും വരെ. അത് വേറെ കാര്യം. പിന്നെ ഇതിൻ്റെ കാറ്ററിജ് നോർമൽ കാറ്ററിജ് ആയാൽ തന്നെ നമുക്ക് 10,000-3,500 രൂപയൊക്കെ റേറ്റിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു സാധാരണ അക്വാഗാർഡ് വാങ്ങിച്ചാൽ അതിൻ്റെ പകുതി റേറ്റ് ഒരു കൊല്ലം കഴിഞ്ഞാൽ എല്ലാ കൊല്ലം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലേക്ക് ആ സാധനത്തിലേക്ക് പോരുതരാം. തല്ലിപ്പിളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് ഇറക്കിയ സമയത്ത് ആക്ച്വലി ഇവരൊക്കെയാണ് ഇതിൻ്റെ ലീഡേഴ്സ്. അപ്പോൾ അക്വാഗാർഡിന് എന്ന് പറഞ്ഞിട്ട് പിന്നെ യൂറോക്ക ഫോബ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയും, അവരുടെ വാക്യൂം ക്ലീനർ സംഭവമൊക്കെ. ആ സമയത്ത് സാധനം നല്ല സൂപ്പറായിരുന്നു. സർവീസും സൂപ്പറായിരുന്നു. ഇക്കോ ഫ്രണ്ട്ലി അല്ല, നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പോൾ തനി കൂതറ എന്ന് പറഞ്ഞാൽ തനി കൂതറ. സർവീസൊക്കെ 10 പൈസയ്ക്ക് കൊള്ളില്ല.
വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു, അത് തന്നെ നമുക്ക് പറയാനുള്ളൂ. ഞാൻ അതിൻ്റെ വീഡിയോ ട്വിറ്ററിലൊക്കെ കിട്ടുന്ന അവന്മാർ റെസ്പോൺസ് പോലും തരില്ല, അത് വേറെ കാര്യട്ടാ. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എല്ലാ സോഷ്യൽ മീഡിയയിലും ഞാൻ അതിൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവന്മാർ സർവീസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് സാധനം ഒടുക്കത്തിൽ ലീക്ക് നിൽക്കണില്ല, എന്ത് ചെയ്തിട്ടും വെള്ളം നിൽക്കണില്ലേ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൂതറ സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മൾ കുറേ കടയിൽ പോയി വിളിച്ചു ചോദിച്ചു എത്ര റേറ്റ് എന്നൊക്കെ അറിയുന്നുണ്ട്. എല്ലായിടത്തും എല്ലാവരും പറയുന്നത് അക്വാർഡാണ്. എന്നുവെച്ചാൽ അവന്മാർക്ക് കമ്മീഷൻ കൂടുതൽ അക്വാർഡ് കൊടുക്കണേ, വേറെ ബ്രാൻഡുകളൊന്നും കൊടുക്കുന്നില്ല. അവർക്ക് ഓൺലൈനിൽ നല്ല ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് യൂണിലെവർ ആയിക്കോട്ടെ, യോസ്മിത്ത് ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും പറയാം അക്വാർഡാണ് സൂപ്പർ. അപ്പം തന്നെ എനിക്ക് അറിയാവുന്ന നിങ്ങളെല്ലാം എന്ത് ഓഫ്ലൈൻ ഷോപ്പുകാരെ ഞാൻ കുറ്റം പറയല്ല. ഓഫ്ലൈൻ ഷോപ്പിൽ നമ്മൾ എന്ത് വിളിച്ചു ചോദിച്ചാലും അവർക്ക് കൂടുതൽ കിട്ടുന്ന സാധനമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. അത് ഫോണായിക്കോട്ടെ, TV ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, എന്തായാലും. അപ്പോൾ നമ്മുടെ പോക്കറ്റ് അനുസരിച്ച് നമുക്ക് ബെറ്റർ തരുന്ന ഏതാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ. അല്ല അവന്മാരുടെ എന്താ പറയുക കത്തിവയ്ക്കൽ കേട്ടിട്ട് ഒരിക്കലും വാങ്ങിക്കരുത്. ഇതിൻ്റെ പിന്നിൽ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം വാങ്ങിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങളൊരു ഫസ്റ്റ് ടൈം ആയിട്ട് വാങ്ങിക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റാളേഷൻ്റെ വീഡിയോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് പേരെ നമ്മൾ ചോദിക്കുന്നു നല്ലൊരു വാട്ടർ പ്യൂരിഫയർ ഏതാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി നിങ്ങൾ നോർമൽ UV/UF ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. നമുക്ക് എന്താ പറയുക അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ ലിവപ്യൂറിന് ഉണ്ട്, അത് പക്ഷേ നമുക്ക് ഓഫ്ലൈനിലൊന്നും അവൈലബിൾ അല്ല. സർവീസും കേരളത്തിൽ കുറച്ച് ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലിവപ്യൂറിലേക്ക് പോകാണ്ട് ഹിന്ദുസ്ഥാൻ ലിവറിൽ ആയത്. ഈ ലിവപ്യൂർ നിങ്ങൾ കണ്ടായിരിക്കും സച്ചിൻ വെച്ചിട്ടൊരു ആഡൊക്കെ ആയിട്ട്. ഒരു മാട്രസും ഇതിൻ്റെ കമ്പനിയുടെ അത്ര വലുതൊന്നും അല്ല കേട്ടോ, അത് ഒരു പുതിയൊരു ന്യൂ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രക്കാണ്ട് വിശ്വാസം പോരാ. പറയുമ്പോൾ അവർക്ക് സപ്പോർട്ട് സംഭവം കുഴപ്പമില്ല. പിന്നെ വരുന്നതാണ് യോസ്മിത്ത്. ഈ മൂന്നെണ്ണമാണ് നോർമലി UV/UF അത്യാവശ്യം നല്ല പ്രൊഡക്ട്സുകൾ ഇറക്കുന്നത്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കുന്നത്. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ആനുവലി 2500 രൂപയാണ് മാക്സിമം നമുക്ക് എന്താ പറയുക അതിൻ്റെ ഫിൽട്ടർ ചേഞ്ച് സംഭവമൊക്കെ വരാം മാക്സിമം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ ഇതിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഹോട്ട് ആൻഡ് കൂൾ അങ്ങനത്തെ കുറേ മോഡലുകളുണ്ട് കേട്ടോ. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് യൂസ് ഇല്ലാണ്ട് ഒരിക്കലും ടെക്നോളജി വരുന്ന ഫിൽറ്റർ വാങ്ങിച്ച് വെക്കരുത്. കടയിൽ പോയി കഴിഞ്ഞാൽ അവർ അതൊക്കെ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ വെക്കുന്നതാണ് ബെസ്റ്റ്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക സൂപ്പർ വാട്ടർ കിട്ടുന്നൊക്കെ പറഞ്ഞ് അവന്മാരെ തള്ളും. 10 പൈസയ്ക്ക് ചിലപ്പോൾ വരണ്ടാവില്ല, ഇന്നലെ തള്ളുണ്ടാവും. വെച്ചാൽ അതിന് വേറെ റേറ്റും കൊടുത്തില്ല, കമ്മീഷനും കൊടുത്തില്ല. ഡിപ്പെൻഡ്സ് അപ്പോൺ ബ്രാൻഡ്. അപ്പോൾ നിങ്ങളുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ വാട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഏതാ വെക്കേണ്ടതെന്ന്. പിന്നെ TDS ചെക്ക് ചെയ്യുക. TDSന് ചെറിയ മീറ്റർ ഉണ്ട്, എൻ്റെ ഉണ്ട് ഇവിടെ. ആമസോണിൽ ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ 200 താഴെയാണ് TDS ആണെങ്കിൽ നോർമൽ ഈ UV/UF മതിട്ടാ. അതിൻ്റെ മുകളിലേക്കൊന്നും പോകണ്ട. ഞാൻ ആക്ച്വലി കടയിൽ വിളിച്ചപ്പോൾ അവർ പറയാം 6 സൂപ്പർ. ഞാൻ പറഞ്ഞു TDS എനിക്ക് 200 താഴെയുള്ളൂ, എന്നാലും 6 വെക്കുന്ന സൂപ്പർ. ഇങ്ങനെ കുറേ ഉടായിപ്പോൾ 10 പൈസയ്ക്ക് വരില്ലെന്നായിരിക്കും പറയേണ്ടത്. അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ അവർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, അത് ഞാൻ അവരെ കുറ്റം പറയില്ല. അവർക്ക് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ, വേറെ കാര്യം. അത് ഫോണായിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് മാത്രം വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് കുറച്ച് കാലം എനിക്ക് 1 കൊല്ലമൊക്കെ ആയിരുന്നുണ്ട് ഞാൻ അക്വാർഡിൻ്റെ വീഡിയോ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒക്കത്തിലും കേട്ടിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻറ്റ് ശേഷം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അടക്കം സ്ക്രീൻഷോട്ട് അടക്കം ട്വിറ്ററിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതതിൻ്റെ പ്യൂരിറ്റിൻ്റെ കൂടെ കിട്ടിയാൽ നമുക്ക് വാറണ്ടി കാർഡാണ്. ഇൻസ്റ്റാളേഷൻ നിങ്ങൾക്ക് സാധനം ഡെലിവറി ആയി കഴിഞ്ഞാൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചിട്ട് വാറണ്ടി രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം അവർ ഇൻസ്റ്റാളേഷൻ ഓൾറെഡി അവിടെ ബുക്ക് ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനൊരു മെസ്സേജാണ് വരും. ഇതിൽ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഐഡി ചെയ്യാൻ പറ്റില്ല. അതിൽ നമ്പറും ഫുള്ള് സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്യൂരിറ്റിൻ്റെ സൈഡിൽ നിന്നാണ് മെസ്സേജ് വരിക കേട്ടോ. അപ്പോൾ ഇതാണ് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് സംഭവങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ ഒരു ഷോർട്ട് റിവ്യൂ പോലെ നമുക്ക് ഒരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് ഈ UV/UF എല്ലാ മോഡലിലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 7000 to 10000 രൂപ റേഞ്ചിലാണ് നമുക്ക്. പ്രത്യേകിച്ച് ഓൺലൈനിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടട്ടെ. എന്ന് വെച്ചാൽ കടയിൽ പോകുമ്പോൾ ഒന്നുകൂടി പ്രൈസ് കൂടും. ഇത് നമുക്ക് ടോട്ടൽ 1 year വാറണ്ടി വരും. ഇതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ല നമുക്ക്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് വെക്കുന്നതാണെങ്കിൽ നമുക്ക് അതിനൊരു പൈപ്പൊക്കെ നിങ്ങൾ കിച്ചൺ സിങ്കിൻ്റെ അവിടെ വെക്കേണ്ടി വരും. എനിക്ക് ഓൾറെഡി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഹാങ് ചെയ്യാൻ വേണ്ട, വേറെ കണക്ഷൻ കൊടുക്കാൻ വേണ്ട, വേറെ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് ചെറിയ സംഭവമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ ഒരു കിറ്റും എന്തൊക്കെയോ തന്നിട്ടുണ്ട്, ഓരോ സ്ക്രൂവും സംഭവമൊക്കെ ആയിരിക്കും, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഇതിൻ്റെ ഫിറ്റിങ്ങും ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള റിവ്യൂ സംഭവമൊക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഞാനത് ചുമ്മാ അൺബോക്സിംഗ് പോലെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GH വേൾഡ് കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.